എഞ്ചിൻ വന്നവർ ഫിറ്റ് ചെയ്ത് ഒരു ഇതാക്കിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കംപ്ലൈന്റ് ഉണ്ട്. ഇന്ന് കാലത്താ വന്നത്, കാലത്ത് എത്താൻ പറ്റിയില്ല, അതുകൊണ്ട് ബാക്കി വീഡിയോ ഒന്നും കിട്ടാൻ. ഒരു വിധം റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ബെൽറ്റ് കാര്യങ്ങൾ, പിന്നെ അപ്പുറം ഇപ്പുറം കുറച്ച് എയർ ഫിൽറ്ററിന്റെയും അതിന്റെ കാര്യങ്ങൾ കുറച്ച് റെഡിയാക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ വണ്ടി റെഡിയായി. ഇതാണ് നമ്മുടെ പുത്തൻ എഞ്ചിൻ. നമ്മ വന്നപ്പോഴേക്ക് പുത്തനല്ല, യൂസ്ഡ്. നമ്മ വന്നപ്പോഴേക്ക് എഞ്ചിന്റെ പണി അവരൊരു ഇതാക്കി. നമ്മുടെ പഴയ എഞ്ചിൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പഴയ എഞ്ചിൻ ഇവിടെ പണി ഒരു ഇതായിരിക്കുന്നു. എഞ്ചിനും അതെ, സ്റ്റിയറിംഗ് പമ്പും അതെ, അത് രണ്ടും പുതിയത് മാറ്റി. പിന്നെ റേഡിയേറ്റർ മാറ്റിയിട്ടുണ്ട്. അതിപ്പോ എഞ്ചിൻ പണിയുമ്പോൾ ഒരു ഊരി വെച്ചേക്കുന്നതാണ്, അത് ഫിറ്റ് ചെയ്യണം. ഒരു 1000 ഇഞ്ചിന്റെ പണി. ഞാൻ ബെൽറ്റും പിന്നെ കുറച്ച് കാര്യങ്ങളോട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, നമ്മ വണ്ടി റെഡിയാകാൻ കൊടുത്തിട്ട് ഇന്ന് 3rd ഡേ ആണ്. ഇന്നലെ ഓൾമോസ്റ്റ് വണ്ടിയുടെ എഞ്ചിന്റെ വർക്ക് കഴിഞ്ഞായിരുന്നു. ജസ്റ്റ് കുറച്ച് പണി മാത്രമേ പെൻഡിങ് ഉള്ളൂ. എഞ്ചിൻ ഇന്നലെ നമ്മൾ ഓൺ ആക്കി, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനും അതും ഇതൊക്കെ പെൻഡിങ് കിടക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ നമ്മൾ ഓൺ ആക്കി അതിന്റെ കോൾഡ് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്ത് കാണിച്ചു തരാം. എന്നാൽ നമ്മ ഇന്ന് പോയിട്ട് വണ്ടിയുടെ അവസ്ഥ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ടാക്കുന്നത്. എഞ്ചിൻ ഫിറ്റ് സ്റ്റാർട്ടാക്കുന്നത് വെച്ചാൽ ഞാനിപ്പോൾ അവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എഞ്ചിൻ ഫിറ്റ് ചെയ്ത് കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണുന്നത്. അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിന് ഇലക്ട്രിക്കൽ കണക്ഷൻസ്, ഫ്യൂവൽ കണക്ഷൻസ്, എയർ ഇൻടേക്കിനുള്ള കണക്ഷൻസ് എല്ലാം റെഡി ആയാൽ മാത്രമേ അത് ഇതാവുള്ളൂ. അത് നമ്മൾ ഓരോ പ്രാവശ്യം അത് ചെക്ക് ചെയ്ത് കണക്ട് ചെയ്ത് ഇറ്റ്സ് ലൈക്ക് ഒരു ടീം വർക്കാണത്. അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും വർക്ക് അവിടെ കറക്റ്റ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ ഒരിക്കലും അവിടെ ഓൺ ആവില്ല. അത്രയും അവിടെ ഒരു 5 പേരുണ്ടായിരുന്നു. 5 പേര് റെഡിയാക്കിയതിന് ശേഷം മുനീർ ഭായ് വന്നിട്ടാണ് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് റെഡിയാക്കുന്നത്. പുള്ളി വന്ന് അവർ ചെക്ക് ചെയ്ത് കണക്ട് ചെയ്തെല്ലാം റീചെക്ക് ചെയ്ത് ഇതൊക്കെ ഒരു ഇത് കണ്ടു നിൽക്കാൻ തന്നെ നമുക്കൊരു ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ റെഡിയാക്കും, എങ്ങനെ സെറ്റാക്കും, വണ്ടി എഞ്ചിൻ ഓൺ ആവുമോ എന്നുള്ളൊരിതുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവർ പുള്ളി ഇവിടെ ഇലക്ട്രിക്കൽ കണക്ഷൻസിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, അപ്പുറത്ത് ഫ്യൂവൽ കണക്ഷൻസിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം എഞ്ചിൻ ഓണായി. അങ്ങനെ ആ കാഴ്ച ഞാനൊരു അത്ഭുതം പോലെ കണ്ടുകൊണ്ട് നിന്നു. വളരെ ആകാംക്ഷയോടെ അവർ ടീം വർക്ക്, അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളും വണ്ടിയുടെ എഞ്ചിൻ ഓണായിട്ട് പിന്നെ ഓഫ് ആവണം. ഇതൊരു അത്ഭുതം പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മുടെ എഞ്ചിൻ ഓണായി. ആ എഞ്ചിൻ ഓണായ നേരത്ത് വണ്ടിക്ക് പുതിയൊരു ജീവിതം കിട്ടണ പോലെ മുകളിൽ നിന്ന് കുറേ എന്തൊക്കെയോ ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. അപ്പം അത് അതിൻ്റെ ഒപ്പം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് നല്ലൊരു ഫീലായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓണായി കഴിഞ്ഞപ്പോൾ എഞ്ചിൻ്റെ ആ ത്രോട്ടലിൻ്റെ പവർ കൊണ്ട് വർക്ക്ഷോപ്പിൻ്റെ മുകളിലുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വീഴുന്നത്. പക്ഷെ അത് ഒരുമിച്ച് കാണാൻ നല്ലൊരു ഫീലായിരുന്നു. എഞ്ചിൻ നമ്മൾ ഓണാക്കിയത് 2nd ഡേ ആണ്. 3 ദിവസമാണ് അവർ നമുക്ക് എഞ്ചിന് ഗ്യാരണ്ടി തന്നേക്കുന്നത്. ഈ 3 ദിവസത്തിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് ഓക്കെ ആണെന്ന് റൺ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സോസ്റ്റും എയർ ഫിൽറ്ററും പമ്പും കാര്യങ്ങളും ഒന്നും കണക്ട് ചെയ്യാണ്ടാണ്, വാട്ടർ പമ്പും കാര്യങ്ങളും കണക്ട് ചെയ്യാണ്ടാണ് നമ്മൾ എഞ്ചിൻ ഓൺ ആക്കിയത്. അതേപോലെ തന്നെ ഞാൻ സീറ്റും മാറുന്നുണ്ട്. നമുക്ക് വണ്ടി കിട്ടിയപ്പോൾ ഒരു ബക്കറ്റ് സീറ്റാണ് ഉണ്ടായിരുന്നത്. ആ സീറ്റ് മാറ്റിയിട്ട് നോർമൽ ഒരു സീറ്റ് വെക്കാനുള്ള പ്ലാനാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സീറ്റ് മാറ്റി അടുത്ത സീറ്റ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മാറ്റി കളഞ്ഞു.
പഴയ സീറ്റ് സെറ്റ്. വണ്ടി നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പക്കറ്റായിരിക്കുന്നത്. ഇത് ഞാൻ മാറ്റിയിട്ട് വണ്ടിയുടെ ഒറിജിനൽ സീറ്റ് ആക്കുന്നതാണ്. അതാണ് കുറച്ചൊരു കംഫർട്ട്. പക്കറ്റ് സീറ്റ് ഇപ്പം എപ്പോഴും നമ്മുടെ ഡെസ്റ്റിൽ മാത്രമല്ലല്ലോ വണ്ടി ഓടിക്കുന്നത്, ഞാൻ ഡെയിലി ഡ്രൈവിനും കൂടിയാണ് വണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ബക്കറ്റ് സീറ്റ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഹൈറ്റുള്ള വണ്ടിയിൽ. വണ്ടിയുടെ സീറ്റ് ഊരി ഫിക്സ് ചെയ്തത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു $250 ഒരു സെന്റും കിട്ടി. അങ്ങനെ നമ്മ വണ്ടിയായിട്ട് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ഫിറ്റ് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു. എൻജിൻ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫിൽറ്ററും എക്സോസ്റ്റും വാട്ടർ പമ്പും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് സീറ്റും റെഡിയാക്കി അമ്മ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. എൻജിൻ ഇപ്പം മോർണിംഗ് ഓൺ ആയിട്ടുണ്ടെങ്കിലും വണ്ടി ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ എൻജിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഏകദേശം തന്നെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കാര്യങ്ങൾ അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ദിവസമാണ് നമുക്ക് മേടിച്ചു കൊടുത്തൊന്ന് ഗ്യാരണ്ടി തന്നേക്കുന്നത്. അതിനുള്ളിൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് എൻജിൻ്റെ റെസ്പോൺസ് മനസ്സിലാക്കണം. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വണ്ടി ഓക്കെ ആണെന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം പുള്ളി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തോ മൗണ്ടിന് എന്തോ പ്രശ്നമുണ്ട്, അതൊന്നുകൂടി നോക്കണമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ ഗിയർ ബോക്സ് മൗണ്ട് ആണെന്നാണ് പുള്ളി പറയുന്നത് ഓടിച്ചിട്ട്. അപ്പം അതിനി വന്നിട്ട് ഊരി നോക്കിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ഗിയർ ബോക്സും എഞ്ചിനും ഓരോ മൗണ്ടുകളുണ്ട്. അത് റബ്ബറിലാണ്. ആ റബ്ബർ പുഷ് കാലക്രമേണ അത് ദ്രവിച്ച് പോവും. അങ്ങനെ നമ്മുടെ ഗിയർ ബോക്സ് താങ്ങി നിർത്തുന്ന ഒരു പുഷാണത്. അത് ഓൾമോസ്റ്റ് പോയി. അതിനിപ്പം പുതിയത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മ ഇനി ബാക്കി എഞ്ചിൻ്റെ സൈഡിലേക്കുള്ള ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി പുതിയത് ഒഴിക്കും. ഇപ്പോഴും വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ജപ്പാനിൽ നിന്ന് അവർ എഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഓയിലാണ്. ആ ഓയിലാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ജപ്പാനിൽ അവരെന്നോ ഒഴിച്ച ഓയിലാണിത്. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഓക്കെ ആണെന്ന് വരുത്തിയിട്ട് മാത്രമുള്ള നമ്മൾ ഓയിൽ ഒഴിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് ആദ്യമേ പുതിയ ഓയിൽ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒഴിച്ച ഓയിൽ വേസ്റ്റ് ആവും. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയതിന് മാത്രമാണ് നമ്മൾ പുതിയ ഓയിലും പിന്നെ കൂളൻറ്റും അങ്ങനെ തന്നെ വണ്ടിയുടെ ഓയിൽ ഫിൽറ്റർ മാറ്റുന്നത്. പഴയ എഞ്ചിൻ്റെ ഓയിൽ ഫിൽറ്റർ പുതിയതായിരുന്നു. എന്നാലും പുള്ളി പറഞ്ഞു എഞ്ചിൻ ഓൾറെഡി മാറിയതല്ലേ, ആ പേണായതിൻ്റെ കാര്യങ്ങളും അതൊക്കെ ഫിൽറ്ററിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫിൽറ്റർ പുതിയത് വെക്കണമെന്ന് പറഞ്ഞ് ഫിൽറ്റർ നമ്മൾ മാറ്റി. അങ്ങനെ ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൂളൻ്റ് ഒഴിച്ച് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്ത് വണ്ടി റെഡിയാണ്. അപ്പോൾ എല്ലാം റെഡിയാണ്. ഇനി എന്നോട് ഓൺ ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി ഓണാക്കണേണ്. ആ ഓണായി കഴിഞ്ഞിട്ട് വണ്ടി ഫസ്റ്റ് ഇതിൽ തന്നെ ഓണായി കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് സന്തോഷം നിങ്ങൾക്ക് കാണാം. അങ്ങനെ 3-4 ദിവസം വണ്ടിയുടെ ഒപ്പം ഞാൻ ഷാർജയിൽ ചിലവഴിച്ചു. വണ്ടിയുടെ പണികളൊക്കെ തീർത്ത് വണ്ടി ഓക്കെ ആക്കി. അപ്പോൾ വണ്ടി നമ്മൾക്ക് പണിഞ്ഞു തന്നത് മുനീർ ബായാണ്. മുനീർ ബായുടെ ടീമാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരോടും നന്ദിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതിയെ ഷാർജയിൽ നിന്ന് നമ്മ ഇറങ്ങണേണ്, ദുബായിലേക്ക് തിരിക്കണേണ്. നമ്മൾ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടി എടുത്തതിന് ശേഷമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ പണികൾ തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പണികൾ നമുക്ക് കിട്ടുമ്പോഴും ആ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴും കിട്ടുന്ന എക്സ്പീരിയൻസും കിട്ടുന്ന കോണ്ടാക്റ്റും പുതിയ അറിവുകളും ഒക്കെ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അറിയാനോ പറ്റില്ല. അപ്പം അതിലൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതിലും വണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നതിലും ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഈ വ്ലോഗ് തീർത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്.
വണ്ടിയും കൊണ്ട് ദുബായിലേക്ക് തിരിക്കണേണ്. വണ്ടിയുടെ കാര്യങ്ങൾ മാത്രം കാണിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, നമുക്ക് പുറകെ കിട്ടുന്നത് വണ്ടിയുടെ പ്രശ്നം കൊണ്ടാണ്. അതറിയാം, ഒരു പഴയ വണ്ടി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ പഴയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ ഫേസ് ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വണ്ടി എടുത്തത്. ഇനി പല കാര്യങ്ങളായിട്ട് എൻ്റെ ചാനലിൽ ഇനി ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ജെ ജെ ആൻഡ് ദിസ് ഈസ് ജെ ജെ വ്ലോഗ് സൈനിങ് ഓഫ്. ഇത് പേടിക്കേണ്ടത് ക്യാമറമാൻ്റെ ചെറിയൊരു തന്ത്രങ്ങളാണ്. അപ്പോൾ ശരി.